ജി.എസ്.ടി എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ജി.എസ്.ടി എൻട്രി എന്ന് പറയുമ്പം നമ്മൾ മന്ത്ലി ജി.എസ്.ടി-ആർ 3B ഫയൽ ചെയ്യുന്ന ടൈമിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നുണ്ടാവുക. ഇനി അതല്ല നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ നമ്മളത് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സഹോ ബുക്സിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നോർമലി എല്ലാവരുടെയും അക്കൗണ്ട്സിൽ ഇൻപുട്ട് CGST-യിലും അതേപോലെ ഔട്ട്പുട്ട് ഇൻപുട്ട് അക്കൗണ്ടിലും ഔട്ട്പുട്ട് അക്കൗണ്ടിലും എമൗണ്ട് ഇങ്ങനെ ഓരോ മന്തിലും അക്യുമുലേറ്റ് ചെയ്ത് വരും. അത് ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആരും ചെയ്യാറുണ്ടാവില്ല. പക്ഷേ നമ്മൾ മന്ത്ലി തന്നെ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ആ GST പേയബിളിലേക്ക് ബാക്കി എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് GST നമ്മൾ പേ ചെയ്യുന്നത് ഈ GST പേയബിളിലേക്ക് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ട്സിൽ വന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഒന്ന് അനലൈസ് ചെയ്യണം നമ്മുടെ ഈ കറണ്ട് മന്തിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇവിടെ നമുക്ക് അസറ്റിന്റെ അണ്ടറിൽ ഇൻപുട്ട് അക്കൗണ്ടും കാണാം, അതേപോലെ തന്നെ ലയബിലിറ്റിന്റെ അണ്ടറിൽ ഔട്ട്പുട്ട് GST-ന്റെ അക്കൗണ്ടും കാണാം. ഇപ്പൊ എനിക്ക് ഔട്ട്പുട്ട് GST വന്നിരിക്കുന്നത് 22,000 ആണ് ടോട്ടല്. ഇൻപുട്ടും CGST SGST-ന്റെയും കൂടെ കൂട്ടിയിട്ട് 22,936. അതേ സമയത്ത് ഇൻപുട്ടിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത് 7,560 ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു മന്തിൽ GST ഗവൺമെന്റിലേക്ക് പേ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, എനിക്ക് ഇൻപുട്ട് ടാക്സ് കുറവായതുകൊണ്ട്. അപ്പം നമ്മൾ പേ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയത് മൈനസ് ചെയ്താൽ മനസ്സിലാവും. 7,688 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് CGST ആയിട്ടും SGST ആയിട്ടും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നെറ്റ് പേയബിൾ എൻട്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമാണ് എമൗണ്ട് കിടക്കുന്നത്. ഇതിൽ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ആ ഒരു പേയബിൾ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് അക്കൗണ്ടിന്റെ അണ്ടറിലുള്ള മാനുവൽ ജേണലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ന്യൂ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നു, ആ മന്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നരേഷനായിട്ട് ഞാനിവിടെ സെറ്റ് ഓഫ് എൻട്രി ഫോർ GST എന്നുള്ളതാണ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കൂടി നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇൻപുട്ടിനെ എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിലേക്ക് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിനെ കുറച്ചിട്ട് അത് ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് CGST എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ ആ ഇൻപുട്ടിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്, ഈ മന്തിലെ ഇൻപുട്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് SGST-ക്കും ആ ഒരു മന്തിലെ നമ്മുടെ ഇൻപുട്ട് SGST-ന്റെ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ടിൽ വന്നിട്ട് ഇൻപുട്ടിൽ നമ്മൾ ഇതേ എമൗണ്ടിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, 3,780 രൂപയ്ക്ക് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് SGST-നെയും കുറയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഇതിലുണ്ടായിരുന്ന ഈ ഇൻപുട്ടിലുണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് മാറ്റും. അപ്പോൾ ഔട്ട്പുട്ടിൽ അത്രയും പേയബിൾ കുറയും, ബാക്കിയായിരിക്കും നമുക്ക് നെറ്റ് പേയബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ സേവ് ആൻഡ് പബ്ലിഷ് എന്നുള്ളത് കൊടുക്കുന്നു.